ഓം ശാന്തി. ജ്ഞാനസാഗർ സർവപ്രാപ്തികളുടെയും ദാതാവായ ശിവബാബ പറയുന്നു, പരമാത്മജ്ഞാനത്തിൻ്റെ വിശേഷതയാണ് അവിനാശി പ്രാപ്തി. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഈ ദേഹത്തിൽ വിരാജമാനായ ഞാൻ ഒരു പ്രകാശപുഞ്ചമാണ്. മസ്തകത്തിൻ്റെ സീറ്റിലിരിക്കുന്ന ഞാൻ ഒരു ചൈതന്യ പ്രകാശസ്വരൂപ ആത്മാവാണ്. ഞാൻ സംഗമവാസി ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. ഈ ശ്രേഷ്ഠ സംഗമയുഗത്തിൽ എനിക്ക് പരമാത്മമിലനം, പരമാത്മപാലന, പരമാത്മസ്നേഹത്തിൻ്റെ ഭാഗ്യം പ്രാപ്തമാകുന്നു. ശ്രേഷ്ഠ സംഗമയുഗത്തിൻ്റെ ഈ ശ്രേഷ്ഠ ജന്മത്തിൽ എനിക്ക് ശ്രേഷ്ഠ ജ്ഞാനം, ശ്രേഷ്ഠ കർമ്മം, ശ്രേഷ്ഠ സംബന്ധം, ശ്രേഷ്ഠ ഗുണങ്ങൾ, ശ്രേഷ്ഠ ശക്തികൾ, എല്ലാ അവിനാശി പ്രാപ്തികളും ലഭിച്ചിരിക്കുന്നു. പരമാത്മാ അവതരണത്തിൻ്റെ ശ്രേഷ്ഠയുഗത്തിൽ ഡയറക്റ്റ് പരമാത്മാവിൽ നിന്നും സർവശക്തികളും പ്രാപ്തമാണ്. എനിക്ക് പരമാത്മാ ശിവബാബയിൽ നിന്നും വരദാനവും സ്വത്തിൻ്റെയും പ്രാപ്തിയുണ്ടാകുന്നു. ഈ വരദാനി സംഗമയുഗത്തിൽ ഞാൻ ആത്മാ സർവശക്തിവാൻ ശിവബാബയുടെ സ്വത്തിൻ്റെയും വരദാനങ്ങളുടെയും അധികാരിയാണ്. പരമാത്മാ ശ്രീമതമനുസരിച്ച് കർമ്മമാകുന്ന ഒരു ചുവട് വെച്ചപ്പോൾ 1000 മടങ്ങ് പ്രാപ്തി ഉണ്ടാകുന്നു. ഈ വരദാനി യുഗത്തിൽ സ്വയം സ്നേഹ സാഗർ ശിവബാബ ഭോലാ ഭണ്ഡാരിയായി എനിക്ക് 1 കോടി മടങ്ങ് ഫലം നൽകുന്നു. ഇപ്പോൾ നിരന്തരം ഈ ഗീതം പാടുന്നു. പാനാഥ ജോ പാലിയ. സംഗമയുഗത്തിൻ്റെ ശ്രേഷ്ഠ പ്രാപ്തിയുടെ ലഹരിയിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. സംഗമയുഗത്തിൻ്റെ വിശേഷതയുടെ സ്മൃതി സ്വരൂപമായി എൻ്റെ ശ്രേഷ്ഠ പ്രാപ്തിയെ മനസ്സിലാക്കി ഞാൻ കയറുന്ന കലയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ രാമയുടെ ഗുപ്ത രഹസ്യത്തെ അറിഞ്ഞു. സംഗമയുഗം കയറുന്ന കലയുടെ യുഗമാണ്. സത്യയുഗത്തിൽ കലകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭാരതത്തെ സ്വർഗമാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ സേവനം. യാചകനെ രാജകുമാരനാക്കി മാറ്റുന്നു, പതിതരെ പാവനമാക്കി മാറ്റുന്നു. ഈ സേവനം ഒരു ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ജ്ഞാനാത്മാ ഈ ശരീരത്തിൽ ഗുപ്തമാണ്. ഞാൻ ശരീരവുമായി ചേർന്നിരിക്കുന്നു. ആത്മാവ് അദൃശ്യനാണ്, ശരീരം ദൃശ്യമാണ്. ബാബയും അദൃശ്യനാണ്, ഈ ശരീരത്തിലൂടെ കേൾപ്പിക്കുന്നു. ഞാൻ അദൃശ്യനാണ്, ഈ ശരീരത്തിലൂടെ കേൾക്കുന്നു.
ഇപ്പോൾ കയറുന്ന കലയിലാണെങ്കിലും ഉത്തമമായ സേവനം ഒരു ബാബ ചെയ്യുന്നു. എൻ്റെ ബുദ്ധിയിൽ മുഴുവൻ ചക്രത്തിൻ്റെയും ജ്ഞാനമുണ്ട്. ബാബ ഏഴകളുടെ തോഴനാണ്. ഏറ്റവും വലിയ ധനികനായിരുന്നു. ബാബയുടെ നിർദ്ദേശമാണ് രചയിതാവിൻ്റെയും രചനയുടെയും ജ്ഞാനം ബുദ്ധിയിൽ വെച്ച് സദോ പ്രധാനമായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. കേവലം ഈ ഒരു ചിന്തയുണ്ടായിരിക്കണം. പരിധിയില്ലാത്ത ഡ്രാമയെ ബുദ്ധിയിൽ വെച്ച് അളവറ്റ സന്തോഷത്തിൻ്റെ ലഹരി ഉണ്ടാക്കുന്നു. ബാബയ്ക്ക് സമാനം ബഹുമാനം നേടുന്നതിനു വേണ്ടി പതിതരെ പാവനമാക്കി മാറ്റാനുള്ള സേവനം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. അധികാരിത്വത്തിൻ്റെ സ്മൃതിയിലൂടെ സർവശക്തികളുടെയും അനുഭവം ചെയ്യുന്നവരായ പ്രാപ്തി സ്വരൂപമാകുന്നു. ബുദ്ധിയുടെ സംബന്ധം സദാ ഒരു ബാബയോട് ചേർത്തിട്ടുണ്ടെങ്കിൽ സർവശക്തികളുടെയും സമ്പത്ത് അധികാരത്തിൻ്റെ രൂപത്തിൽ പ്രാപ്തമാകുന്നു. ഈ അധികാരത്തിൻ്റെ സ്മൃതി തന്നെയാണ് സർവശക്തികളുടെയും പ്രാപ്തിയുടെ അനുഭവം ചെയ്യിക്കുന്നത്. അപ്പോൾ ലഹരി ഉണ്ടാകുന്നു. സർവശക്തികളും എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. അധികാരത്തിലുള്ളപ്പോൾ അധീനത സമാപ്തമാക്കുന്നു. സ്വയത്തിനോടൊപ്പം പ്രകൃതിയെയും പാവനമാക്കണമെങ്കിൽ സമ്പൂർണ്ണ ആകർഷണമുക്തമാകൂ. ഓം ശാന്തി.